വെൽക്കം ടു ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ക്യാമറയിൽ വരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ട്രൈപോഡൊക്കെ കിട്ടി ഒന്ന് സെറ്റായി വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് LCM മെത്തേഡാണ്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ കഴിഞ്ഞ വീഡിയോ, അതായത് ഞാനൊരു ഇംഗ്ലീഷ് ക്ലാസ്സാണ് എടുത്തിരുന്നത്, എനിക്ക് തോന്നുന്നു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് കറക്റ്റായിട്ട് ആൻസർ തന്നത്, അതായത് കമൻ്റ് ആയിട്ട് ചെയ്തിരുന്നത് നമ്മുടെ ടോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സുഹൃത്താണ്. അപ്പോൾ ടോറിന് എൻ്റെ ബിഗ് താങ്ക്സ്. ഇത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോണ പോർഷൻ LCM ആണ്. അപ്പോൾ LCMത്തിൽ എന്താ എത്രമാത്രം പഠിക്കാനുള്ളതെന്ന് എല്ലാവരും ആലോചിക്കും. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് സാധാരണ മെത്തേഡല്ല, എളുപ്പത്തിൽ, അതായത് ചെറിയ സമയം കൊണ്ട് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ 5, 10, 25, 50. ഓക്കെ, ഇതിൻ്റെ LCM കണ്ടുപിടിക്കണം. അപ്പോൾ സിമ്പിൾ മെത്തേഡാണ്, എല്ലാവരും ശ്രദ്ധിച്ച് വെക്കുക. ഈ 4 നമ്പറിനകത്ത് ഏറ്റവും വലിയ നമ്പർ ഏതാ? 50 അല്ലേ? അപ്പോൾ 50നെ ഞാൻ അങ്ങ് റൗണ്ട് ചെയ്തു. ഓക്കെ, ഇനി ഈ 50ൽ ബാക്കിയുള്ള 3 നമ്പേഴ്സ് ഡിവിസിബിൾ ആണോ നോക്കുക. എന്താ ഡിവിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഡിവൈഡഡ് ബൈ 5 അല്ലേ? 50നെ ഞാൻ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 10 കിട്ടും. അതായത് റിമൈൻഡർ 0 കിട്ടും. ഇതിനെയാണ് നമ്മൾ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 50നെ നമ്മൾ 5 വെച്ചിട്ടും 10 വെച്ചിട്ടും 25 വെച്ചിട്ട് ചെയ്യുമ്പോഴും നമുക്ക് റിമൈൻഡർ 0 കിട്ടും. അങ്ങനത്തെ കേസ് ആണെങ്കിൽ നമ്മുടെ ആൻസർ LCM എന്തായിരിക്കും? 50 ആണ്. ഒറ്റയടിക്ക് പറയാൻ പറ്റിയില്ലേ? 2, 3, 7, 21. ഇങ്ങനെ 4 നമ്പേഴ്സ് ഞാൻ എടുത്തിരിക്കുകയാണ്. നമുക്കിനി എങ്ങനെ LCM കണ്ടുപിടിക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് ഏറ്റവും വലിയ നമ്പർ ഏതാ? 21 ആണ്. ശരിയല്ലേ? ഇനി 2 21 ഡിവിസിബിൾ ആണോ? നമുക്കറിയാം 21നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ റിമൈൻഡർ 0 കിട്ടില്ല. അപ്പോൾ 2 എന്തായാലും 21 ഡിവിസിബിൾ അല്ല. പിന്നെ 3യോ? 3 × 7 ആണ് 21. അപ്പോൾ 3 ഡിവിസിബിൾ ആണ്. അതുപോലെ തന്നെ 7 × 3 ആണ് 21. അപ്പോൾ 7ഉം ഡിവിസിബിൾ ആണ്. അപ്പോൾ 2 മാത്രം ഡിവിസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് റൗണ്ട് ചെയ്യുക. ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം, കാരണം ഇത് രണ്ടും നമ്മൾ ഡിവിസിബിൾ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വലിയ നമ്പർ ഇല്ലേ, ഈ വലിയ നമ്പർ അതായത് 21നെ ഞാൻ ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ വിത്ത് അനദർ നമ്പർ. അതായത് ഇപ്പോൾ ഞാൻ ആദ്യം 1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 21 തന്നെ. അപ്പോൾ ഞാൻ 1 എടുക്കണില്ല, അടുത്ത നമ്പർ എടുക്കുക, അതായത് 2 എടുക്കുക. അപ്പോൾ 2 വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 21 × 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 42 ആണ് അല്ലേ? അപ്പോൾ ആ 42ൽ 2 ഡിവിസിബിൾ ആണല്ലോ? ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ LCM എന്താണ്? 42. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 3, 9, 21. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ബിഗ്ഗസ്റ്റ് നമ്പർ ഞാൻ സർക്കിൾ ചെയ്തു. 21 ആണ്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം, നിങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് വെച്ച് നമുക്ക് നോക്കാം ഡിവിസിബിൾ ആണോ. 3 21 ഡിവിസിബിൾ ആണോ? ഡിവിസിബിൾ ആണ്, കാരണം 3 × 7 ആണ് 21. അപ്പോൾ ഇത് ഓക്കെ ആണ്. ഇനി 9 × എന്തെങ്കിലും ആണോ 21? അല്ല. ദാറ്റ് മീൻസ് 21ൽ 9 ഡിവിസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 21നെ അടുത്ത നമ്പർ വെച്ച്, അതായത് ഞാൻ പറഞ്ഞു 1 എന്തായാലും വരില്ല, അപ്പോൾ അടുത്ത നമ്പർ 2 എടുത്തു. 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 21 × 2 ദാറ്റ് ഗിവ്സ് യു 42. 42ൽ 9 ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ നമുക്ക് 42 എടുക്കാൻ പറ്റില്ല, അടുത്ത നമ്പർ എടുക്കുക, അതായത് 21 × 3 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 63 കിട്ടും. അപ്പോൾ 63ൽ 9 ഡിവിസിബിൾ ആണോ? ആണ്. നമുക്കറിയാം 9 × 7 ആണ് നമുക്ക് 63 കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ LCM എന്താ? 63. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? അടുത്ത നമ്പർ നോക്കാം. അതായത് 8, 11, 16 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം 8 × ഹയസ്റ്റ് നമ്പർ എത്രയാണ്? 16. നിങ്ങൾ തന്നെ പറയൂ കേട്ടോ. വലിയ നമ്പർ 16 ആണ്. അപ്പം 8 × 2 ആണ് 16 വരിക. 11 16ൽ ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് 8 എന്തായാലും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇനി 11 ആണ് ഉള്ളത്. അപ്പോൾ 11 എന്ന് പറഞ്ഞൊരു പ്രൈം നമ്പർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ 16 × 11 ചെയ്യുക. അതായത് 16 × 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? മൾട്ടിപ്ലിക്കേഷൻ ഞാൻ എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് 1ഉം 6ഉം കൂടെ ആഡ് ചെയ്യുക, 7 ആവും. അത് ഈ 16ന് നടുക്ക് ഇടുക. കണ്ടോ? 1ഉം 6നും ഇടയിൽ 7 കിട്ടും ആഡ് ചെയ്തിട്ട്. അപ്പോൾ ആൻസർ LCM 176. അടുത്ത ക്വസ്റ്റ്യൻ 3, 9, 12, 18. ഓക്കെ, പറഞ്ഞോളൂ. ഹയസ്റ്റ് നമ്പർ എത്രയാണ്? 18. അപ്പോൾ 18 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 18 ആണെങ്കിൽ നമ്മൾ 3 18ൽ ഡിവിസിബിൾ ആണോ? ആണ്, കാരണം 3 × 6 ആണ് 18 വരുന്നത്. പിന്നെ 9 × 2 ആണ് 18. അപ്പോൾ ഇത് രണ്ടും ഓക്കെ, ഡിവിസിബിൾ ആണ്. ഇനി 12 18ൽ ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബിഗ്ഗർ നമ്പറിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ 18നെ 2 വെച്ചിട്ട് ആദ്യം മൾട്ടിപ്ലൈ അപ്പോൾ എത്ര കിട്ടും? 18 × 2 ഗിവ്സ് യു 36. എന്നിട്ട് 12 ഈ നമ്പറിനകത്ത് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. നമുക്കറിയാം 12 × 3 ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടും. അപ്പോൾ നമ്മുടെ LCM വീണ്ടും 36. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
4918. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാനല്ല കണ്ടുപിടിക്കാൻ പോകണേ, നിങ്ങളാണ് കണ്ടുപിടിക്കാൻ പോകണേ. നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചിട്ട് കമൻ്റായിട്ട് എനിക്ക് ഇടുക. എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കറക്റ്റ് ആൻസർ കമൻറ്റ് ചെയ്യുന്ന ആളുടെ പേര് വെച്ചിട്ടായിരിക്കും ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്